കാൽവരിയിലെ മഹാത്യാഗത്തിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്നലെ ദുഃഖവെള്ളി ആചരിച്ചു. കമ്പംമെട്ട ഉടുമ്പൻചോല മേഖലയിലെ വിവിധ ഇടവകളുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് മിക്കയിടങ്ങളിലും കുരിശുമല കയറിയത്. രാത്രി വൈകിയും കുരിശുമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. മാനവരക്ഷയ്ക്കായി കുരിശിൽ ജീവൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ ഉദാത്തമായ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കിയാണ് ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ നടന്നത്. പീഡാനുഭവ ചരിത്രവായനയും വിശുദ്ധ കുരിശിന്റെ ചുംബനവും പീഡാനുഭവ ദിനത്തിന്റെ സന്ദേശവും തുടർന്ന് പരിഹാര പ്രദക്ഷിണവും നടന്നു. നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ദിനങ്ങളിലൂടെ ആത്മവിശുദ്ധീകരണത്തിന്റെ ചൈതന്യത്തിലേക്ക് കടന്നുവന്ന വിശ്വാസ സമൂഹം ക്രൂശിതന് പിന്നാലെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളെയും ധ്യാനിച്ചാണ് പരിഹാര പ്രദക്ഷിണം നടത്തിയത്. കുരിശിൽ കീഴടത്തിയിടുന്നു നാഥന്റെ കൈകാത്ത് ചെയ്യുന്നു പ്രധാന ടൗണുകളിൽ വിവിധ ദേവാലയങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുരിശിന്റെ വഴി ക്രമീകരിച്ചു. നേർച്ചക്കഞ്ഞി വിതരണത്തോടെയാണ് ശുശ്രൂഷകൾ പൂർത്തീകരിച്ചത്. മേഖലയിലെ പ്രധാന കുരിശുമലയായ സെന്റ് തോമസ് മൗണ്ടിലേക്ക് 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. നമ്മുടെ കല്ലാർ പട്ടം കോളനിയിൽ തന്നെ 1958 രൂപീകൃതമായ നമ്മുടെ കുരിശുമല എല്ലാ വർഷവും 50 നോയമ്പിൽ, അതായത് 7 വെള്ളിയാഴ്ചകൾ വരുന്നുണ്ട്. 7ാമത്തെ വെള്ളിയാഴ്ചയായ ദുഃഖവെള്ളി ആചരണം ഈ വർഷവും നമ്മൾ വളരെ വിപുലമായ പരിഹാര പ്രദക്ഷിണത്തോടുകൂടി തന്നെയാണ് നമ്മൾ തേർഡ് ക്യാമ്പ് ദേവാലയത്തിൽ നിന്നും 2:30 പരിഹാര പ്രദക്ഷിണം ആരംഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചോറ്റുപാറയ്ക്ക് മേലുള്ള ജിയന്ന പള്ളിയിൽ നിന്നും 3 മണിയോടുകൂടി പരിഹാര പ്രദക്ഷിണം അവിടുന്ന് ആരംഭിക്കുന്നു. 7 ഇടവുകളിൽ നിന്നായിട്ട് വൈദികരുടെ നേതൃത്വത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ, ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും എത്തിച്ചേരുന്നതാണ്. തേർഡ് ക്യാമ്പ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും ദുഃഖവെള്ളി ആചരണ പരിഹാര പ്രദക്ഷിണം നടന്നു. കുരിശുമല അടിവാരത്തിൽ എത്തിച്ചേർന്ന പരിഹാര പ്രദക്ഷിണം ഫെറോന വികാരി ഫാദർ ഫിലിപ്പ് വട്ടയത്തിലിന്റെ നേതൃത്വത്തിൽ മറ്റ് ഇടവകകളിൽ നിന്നുള്ള വിശ്വാസ സമൂഹവുമായി ഈശോയുടെ പീഡാനുഭവത്തെ സ്മരിച്ചുകൊണ്ട് മലമുകളിലെത്തി. ഇടവക വികാരി ഫാദർ മാത്യു പാണ്ടന്മനാൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.